സംസ്ഥാനത്തെ കോളേജുകളിലെല്ലാം HIV പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഒരു സർക്കാർ. വർദ്ധിച്ചു വരുന്ന HIV കേസുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഈ നിർണായക നീക്കം. വിദ്യാർത്ഥികൾക്കിടയിൽ എയ്ഡ്സ് പടരുന്നെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെയാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സുപ്രധാനവും എന്നാൽ വലിയ വിവാദത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ആകെ 2.6 ലക്ഷം HIV ബാധിതരുണ്ടെന്നാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ കണക്ക്. ഇതിൽ 54,000-ഓളം പേർ തങ്ങളുടെ രോഗവിവരത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 7,000 രോഗികൾ സംസ്ഥാനത്തുണ്ട്. 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരിൽ രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. 2023-24 കാലയളവിൽ ഈ പ്രായപരിധിയിലുള്ള 44,500 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. 2025-26 ആയപ്പോഴേക്കും അത് 66,000-ആയി ഉയർന്നെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിനൊപ്പം ലഹരി ഉപയോഗവും HIV രോഗബാധ കൂടുന്നതിന് കാരണമാകുന്നുവെന്നാണ് കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് കോളേജുകൾ കേന്ദ്രീകരിച്ച് HIV ടെസ്റ്റിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. എല്ലാ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും വിദ്യാർത്ഥികൾക്കായി HIV പരിശോധനയും കൗൺസിലിംഗും സംഘടിപ്പിക്കാനാണ് തീരുമാനം. കർണാടക സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പും ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ സ്വകാര്യത ഉറപ്പാക്കുമെന്നും ഇതിനായി QR അധിഷ്ഠിത ആപ്പ് തയ്യാറാക്കുമെന്നുമാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന പേരിലാകും ആപ്പ്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും HIV ബോധവൽക്കരണം നടത്തണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രത്യേക ഹെൽത്ത് ക്യാമ്പുകളിലൂടെയാകും കോളേജുകളിൽ പരിശോധനയും കൗൺസിലിംഗും നടത്തുക. പദ്ധതിയുമായി സഹകരിക്കാൻ എല്ലാ കോളേജ് പ്രിൻസിപ്പൽമാർക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ HIV ബാധിതരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് കർണാടക. ഇത് സംബന്ധിച്ച് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ കണക്കുകൾ അടുത്തിടെ പുറത്തു വരികയും ചെയ്തിരുന്നു. രോഗബാധിതരെ കണ്ടെത്തി രോഗവ്യാപനം തടയാനുള്ള നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇപ്പോൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള HIV പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത്.